ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു BSNL ഒരു ഐ പി എൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ഞാൻ ചെക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു ഐ പി എൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ആയിട്ടുണ്ട്, അതായത് അപ്രൂവ് ആയിട്ടുണ്ട്. 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ID വെരിഫിക്കേഷനും അതുപോലെ തന്നെ പിൻ വെരിഫിക്കേഷനാണ് ഇനിയുള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല എന്നല്ല, എനിക്ക് ആ പാൻ കാർഡിന് ഇപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതായത് നമ്പർ. ഓക്കെ, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ID വെരിഫിക്കേഷൻ എന്നുള്ളതിൽ നമ്മൾ ഫോട്ടോയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, കൂടുതലായിട്ട് അറിയില്ല. ഒക്കെ യൂട്യൂബിൽ തന്നെ നോക്കണം, വേറെ ആർക്കും അറിയത്തില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ അതിലൊത്തിരി സന്തോഷം. നിങ്ങളാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ, ഒരു കൊല്ലത്തിന് മുമ്പ് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വാച്ചബേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുണ്ട് ഏകദേശം നമുക്ക് 2-3 മാസത്തിൻ്റെ ഇനിയുണ്ട് നമുക്ക് സമയം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അപ്രൂവ് ആയത് കൊണ്ടും പിന്നെ ഇത്രയും പെട്ടെന്നായത് കൊണ്ടൊക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം നമ്മുടെ APN സെറ്റിങ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1K 2K 3K ഒക്കെ വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. വർക്കിംഗ് ആണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ അത്രയും ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എല്ലാവരുടെ ഫോണിലും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ് സിം കാർഡ് എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNLൻ്റെ സിം ഏത് സ്ലോട്ടിലാണോ നോക്കുക, അതായത് സിം 1-ലാണോ 2-ലാണോ നോക്കുക. അപ്പോൾ എൻ്റെ അത് 1-ലാണ്, അപ്പോൾ ഞാൻ 1 സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണിലും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ് ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു മൊബൈൽ നെറ്റ്വർക്കിൻ്റെ നേരെ താഴത്തായിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിഫാൾട്ടായിട്ട് വരുന്ന ഈ ഒരു APN ഉണ്ടാവും. അത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റേതിപ്പോൾ ജിയോൻ്റെ സിമ്മാണ്. അപ്പോൾ ആകെ ഒരു സിമ്മേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ള സിമ്മിൻ്റെയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, ഒരു സിമ്മല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് 4 സിമ്മൊന്നും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പണിയാണ്. 2 ഫോണൊക്കെ വേണം, അതൊക്കെ പണിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ ഫോണിൽ ചെക്ക് ചെയ്തിട്ട് സ്പീഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെല്ലാ APN സെറ്റിങ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, അതെങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെടുത്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏറ്റവും താഴത്തുള്ള ഈ റീസെറ്റിൻ്റെ നേരപ്പുറത്തായിട്ട് ന്യൂ APN ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ BSNL എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ താഴത്തുള്ള APN എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഡോട്ട് കൊടുക്കുക, കേരള എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സ്മോൾ ലെറ്റർ ആവണം, അതുപോലെ തന്നെ സ്പേസും പാടില്ല. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്നുണ്ടാവും, സെർവർ ക്ലിക്ക് ചെയ്യുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ www.bsnl എന്ന് കൊടുക്കുക. .in കൊടുക്കുക. ഓക്കെ, ഇന്ന് കൊടുക്കുക, ഇതുപോലെ തന്നെ കൊടുക്കുക. സ്പേസ് ഉണ്ടാവരുത്, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ താഴോട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സേവ് ആവും. അപ്പോൾ മറ്റുള്ള ഫോണിൽ ഈ നമ്മുടെ ഷോമീൻ്റെ ബ്രാൻഡായിട്ടുള്ള എല്ലാ ഫോണിലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇത് മോർ കൊടുക്കുക, സേവ് കൊടുക്കുക, ഇത്ര പണിയേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള ഫോണിൽ എങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ സേവ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ്, എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള APNലേക്ക് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. എല്ലാവരുടെ ഫോണിലും അങ്ങനെ തന്നെ ആയിരിക്കും. ചില ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള APNലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഷോമീൻ്റെ ബ്രാൻഡായിട്ടുള്ള എല്ലാ ഫോണിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ BSNL എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു APNലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് സ്പീഡും കിട്ടും, നമുക്ക് യൂട്യൂബിന്, വാട്സപ്പിന് എല്ലാത്തിനും നമുക്ക് ഭയങ്കര സ്പീഡായിരിക്കും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഗെയിമിംഗ് APN ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഗെയിമിംഗ് APN അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ APN അങ്ങനെയൊന്നുമില്ല, എല്ലാം കണക്കായിരിക്കും. ഓക്കെ, ഏകദേശം കണക്ക് തന്നെയായിരിക്കും. ഗെയിമിനൊക്കെ അത്യാവശ്യം സ്പീഡ് കിട്ടും. ഈ
ഒരു 300 200-ലൊക്കെയാണ് നിങ്ങൾ MS-ൽ കളിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 to 98 ഒരു 70 വെച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് വർക്ക് ചെയ്യണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.